ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അധ്യാത്മരാമായണ ആരംഭത്തിൽ ശ്രീരാമ സീതാ തത്വങ്ങളെ ഹനുമാൻ ഉപദേശിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സീതാദേവി ഉപദേശിക്കുന്നു. അവിടെ ശ്രീരാമതത്വം ഉപദേശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്വിതീയമായ, രണ്ടാമതൊന്നില്ലാത്ത ഏകമായ പരബ്രഹ്മതത്വമാണ് ശ്രീരാമൻ എന്നറിഞ്ഞാലും ഇവിടെ വൈദികമായ ഈശ്വരതത്വം എടുത്തു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരൻ ഏകനാണെന്ന് മാത്രമല്ല, രണ്ടാമതൊന്നില്ലാത്ത ഏകനാണ്. എന്താണത്? സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ആത്യന്തികമായ ഉണ്മയ്ക്കാണ് നമ്മൾ സത്തെന്ന് പറയുന്നത്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ടെന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിനും ഉണ്മയെ കൊടുക്കുന്ന ഏതൊരു ഉണ്മയുടെ ആ അനുസ്യൂത ഭാവമാണോ എല്ലാത്തിലുമുള്ളത്, ആ ആത്യന്തികമായ നാശരഹിതമായ സത്യത്തിനാണ്, ഉണ്മയ്ക്കാണ് സത്തെന്ന്, സത്യമെന്ന് വേദശാസ്ത്രം പറയുന്നത്. ആ ആത്യന്തികമായ ഉണ്മയാണ്, സത്തയാണ് ഈശ്വരൻ. അത് തന്നെ ചിത്താണ്. ചിത്തെന്ന് പറയുമ്പോൾ ആത്യന്തികമായ ജ്ഞാനം, കേവലമായ ജ്ഞാനം. നമ്മളിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഉദിച്ചുയരുന്ന വൃത്തികൾ, അന്ധഃകരണത്തിൽ ഉദിച്ചുയരുന്ന വൃത്തികൾ, അങ്ങനെയുള്ള വൃത്തികൾ വിവിധങ്ങളായ അറിവുകളെ നമുക്കുണ്ടാക്കി തരുന്നു. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ പുസ്തകാകാരത്തിലുള്ള വൃത്തി എന്നിലുണ്ടാവുകയും ഞാനതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പുസ്തകമാണെന്നുള്ള അറിവ് എനിക്കുണ്ടായി. ഇത്തരം വൃത്തികൾക്കൊക്കെ ആസ്പദമായിരിക്കുന്ന കേവലമായ ബോധം, കേവലജ്ഞാനം, ആ കേവലജ്ഞാനത്തിനാണ് നമ്മൾ ചിത്തെന്ന് പറയുന്നത്. സത്താണ് ഈശ്വരൻ, ചിത്താണ് ഈശ്വരൻ. അതുപോലെ തന്നെ കേവല സുഖം, ആത്യന്തിക സുഖം, നിരപേക്ഷമായ സുഖം, അല്ലാതെ വിഷയസാപേക്ഷമായ സുഖമല്ല, ദേശകാലങ്ങളുടെ അപേക്ഷയിലുള്ള സുഖമല്ല, നിരപേക്ഷമായ സുഖം, അതിനാകുന്നു ആനന്ദമെന്ന് പറയുന്നത്. ഇവിടെ മറ്റൊന്നും കൂടി നമ്മൾ ഓർമ്മിക്കണം. ഈ ആനന്ദത്തിൻ്റെ സ്ഫുരണങ്ങളാണ്, വിവിധ വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന ഭാവങ്ങളാണ് നമ്മൾ വിവിധ സുഖങ്ങളായിട്ട് മാനിക്കുന്നത്. ഈ ആത്യന്തികമായ സത്തും ചിത്തും ആനന്ദവും ആയിരിക്കുന്ന ഈശ്വരൻ, അതാണ് ഈശ്വര സ്വരൂപം. ഏകമാണ്, അദ്വയമാണ്. അതാകുന്നു പരബ്രഹ്മം, പരമാത്മ. ശ്രീരാമനെ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന്, പരമാത്മതത്വമാണെന്ന് നീ അറിഞ്ഞാലും. താത്പര്യം സർവദേവതകളിലൂടെയും വിവിധങ്ങളായ ഈശ്വരഭാവങ്ങളിലൂടെയും എല്ലാം ലക്ഷീകരിക്കപ്പെടുന്നത് ഏകനും അദ്വിതീയനുമായ പരമാത്മാവാണ്. ഇതാണ് വേദത്തിൻ്റെ പരമമായ താല്പര്യ നിർണയം. ഇതാണ് വേദാന്തത്തിൻ്റെ സാരം. ഈ ഒരു അറിവിനെ ആദ്യം തന്നെ ഉപദേശിച്ചു കൊടുക്കുകയാണ് സീതാദേവി ചെയ്യുന്നത്. തുടർന്ന് ഈ പരമാത്മതത്വം തന്നെയാകുന്നു
ശ്രീരാമനെന്ന് അനുസന്ധാനം ചെയ്യാൻ വിസ്തരിച്ച് പറയുന്നു. നിശ്ചലവും സർവോപാധി നിർമുക്തവും സത്താമാത്രവുമാണെന്ന് നീ അറിയൂ. ഈ പ്രപഞ്ചം, ജഗത്ത് മുഴുവൻ ചലനാത്മകമാണ്. ഉണ്ടായി, നിലനിന്ന്, വളർന്ന്, മാറ്റങ്ങൾക്ക് വിധേയമായി ക്ഷയിച്ച് നശിക്കുന്നതാണ് ഈ പ്രപഞ്ചമഖിലവും. അങ്ങനെ ചലനാത്മകമായതുകൊണ്ടാണല്ലോ ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് നമ്മൾ ജഗത്തെന്ന് പറയുന്നത്. ജഗത് ശബ്ദത്തിൻ്റെ അർത്ഥം ചലനാത്മകത്വം എന്നാണ്, ചലനയുക്തമായത്. അങ്ങനെ ചലിക്കണമെങ്കിൽ നിശ്ചയമായും ചലിക്കാത്തൊരടിസ്ഥാനം അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്തിൻ്റെ അപേക്ഷയിലാണ് ചലിക്കുന്നത്? ഇപ്പോൾ ചലനം എന്നുള്ളത് സംഭവിക്കണമെങ്കിൽ അചലമായൊരു അടിത്തറ നിർബന്ധമാണ്. ആ അചലമായ അടിത്തറയാണ് പരമസത്യം, ഈശ്വരൻ. അത് സൂചിപ്പിക്കുന്നു നിശ്ചലം, സർവോപാധി നിർമുക്തം. ദേശം, കാലം, വസ്തു, ഈ ഭേദങ്ങളോടുകൂടി കോടാനുകോടി ഉപാധികൾ പ്രവർത്തിക്കുകയാണ്. ഈ ഉപാധികളോട് താതാത്മ്യപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ലോകത്തിൽ സാമാന്യ തലത്തിൽ നമ്മൾ ഉപാധികളോട് താതാത്മ്യപ്പെട്ട് കഴിയുന്നു. ദേവതകളെ പൂജിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പോൾ പൂജകഭാവത്തിലുള്ള എല്ലാം ഉപാധികളോട് കൂടിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് പാരമാർത്ഥിക സ്വരൂപത്തെ ഉപദേശിക്കുന്നത്. സർവോപാധി വിനിർമുക്തമാണ്. അവിടെ ദേശകാലാദി പരിമിതികളില്ല. അതിനെല്ലാം അപ്പുറത്തുള്ള പരമസത്യമാണ് എന്ന് നീ മനസ്സിലാക്കൂ. സർവോപാധി നിർമുക്തം. അപ്പോൾ പിന്നെ എന്താ? കേവല സത്താമാത്രം, ഉണ്മ മാത്രമായിരിക്കുന്നത്, സന്മാത്രമായിരിക്കുന്നത്. വേദം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കും, നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ പലതില്ല തന്നെ. അപ്പോൾ പലതായി കാണപ്പെടുന്നതോ അത് കേവലം വാചാരംഭണം വികാരഃ, വാക്കിനാൽ ആരംഭിക്കപ്പെടുന്ന വികൃതികളാണ്. പരമാർത്ഥം, സത്യം ഏകം മാത്രം. ആ ഒരു സത്താമാത്രമാണ് എന്നല്ല നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തു. ഏതെങ്കിലും ഒന്നിന് ജാതിയോ നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നതെന്ന് നിശ്ചയിക്കാം, ഇന്നതെന്ന് വ്യവഹരിക്കാം. എന്നാൽ പരമമായ സത്യം ജാതി നാമ രൂപ ഗുണക്രിയാ സംബന്ധങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഇന്നതെന്ന് നിശ്ചയിക്കാൻ സാധ്യമല്ല. എൻ മനസാന മനുതേ ഉപനിഷത്ത് പ്രഖ്യാപിക്കും. യാതൊന്ന് മനസ്സിനാൽ മനസ്സിലാക്കപ്പെടുന്നില്ലയോ. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. എവിടെ നിന്നാണോ വാക്കുകൾ മനസ്സിനോടുകൂടെ പിന്തിരിയുന്നത് അതാണ് പരമസത്യം. ആ സത്യത്തെ ബോധിപ്പിക്കുകയാണ്. ഇന്നതെന്ന് നിശ്ചയിച്ചറിഞ്ഞുകൂടാതെ വസ്തുവാണെന്നറിഞ്ഞാലും ഇത് നീ നിശ്ചയിക്കൂ. അപ്പം എന്താണ് ഈശ്വരനെക്കുറിച്ച് നിശ്ചയിക്കേണ്ടത്? നിശ്ചയിച്ചറിഞ്ഞുകൂടാത്ത വസ്തുവാണെന്ന് നിശ്ചയിക്കൂ. ഇതാണ് നമ്മളിൽ ഉണ്ടാവേണ്ട നിശ്ചയം. എന്നിരിക്കെ ഈശ്വരനെ സംബന്ധിച്ച് കലഹിക്കുന്ന മൂഢത എത്രമാത്രം നമ്മൾ അനുവർത്തിക്കുകയാണ് ലോകത്തിൽ. ഇന്നതെന്ന് നിശ്ചയിക്കാൻ വയ്യാത്തതിനെ പറഞ്ഞ് മതം മാറ്റ പ്രവർത്തനങ്ങൾ എത്ര അനുസ്യൂതമായി നടക്കുന്നു ലോകത്തിൽ. ഇപ്പം ഈശ്വരൻ ഏകനെന്നിരിക്കെ, അവൻ നിശ്ചയിക്കപ്പെടാത്തവനെന്നിരിക്കെ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് എന്ത് സ്ഥാനം? ചിന്തിക്കുക. വളരെ പ്രസക്തമായ വിഷയമാണ്. നമുക്ക് തുടർന്ന് വിചാരം ചെയ്യാം.